നമസ്കാരം. എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തം കുടുംബത്തിന് എൻ്റെ വിനീത നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടും. സിനിമയെ സ്നേഹിക്കുന്നവർ. ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്നത് തന്നെ സിനിമ ആൻഡ് ലവേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സിനിമയുമായിട്ട് സാങ്കേതികമായി ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സംഘത്തിലുണ്ട്. ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഒരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന, സിനിമയിലൂടെ സ്നേഹം പങ്കുവയ്ക്കുന്ന, സിനിമ കാരണം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ഗേഹമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത്. എന്തോ ഭാഗ്യം, ഇലക്ഷനും കുത്തിത്തിരിപ്പും ഈ പിൻവാതിൽ പ്രവർത്തനങ്ങളും ഒന്നും ഇത്രയും കാലം ടച്ച്വുഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചെയർമാനായും അതിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തുടരാൻ പറ്റുന്നത്. പിന്നെ ഈ സംഘത്തിനൊരു ഫണ്ടില്ല. ഒരു കാരണവശാലും ഒരു കോർപ്പസ് ഫണ്ട് ഈ സംഘത്തിന് ഉണ്ടാവരുത്, അന്ന് ഈ സംഘത്തിൻ്റെ നാശം തുടങ്ങും എന്ന് പറഞ്ഞത് ഇന്നും ബലവത്തായി ഈ സംഘം ചേരലിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ലൈഫ് സൈസ് കോൺസെപ്റ്റായിട്ട് തന്നെ അല്ലേ, ലാർജർ ദാൻ ലൈഫ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഒരു ബാഹുബലിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെന്ത് എന്ന് പറയുന്ന, ഒരിക്കലും ബാഹുബലിയാവാൻ വേണ്ടി വളരരുത് എന്ന് പറയുന്ന നിശ്ചയമൊക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളുമൊക്കെ ഒരു വേദിയിൽ എന്നെ ഇരുത്തി ഇങ്ങനെ ഒരു സ്നേഹസംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിന് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ. ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേയില്ല. പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോക്കോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല. അത് നൈരന്തര്യമാണ്, അതങ്ങനെ ഉണ്ടായേ പറ്റൂ, അതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് രഞ്ജിത്തിനോടും മോഹൻലാലിനോടുമൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ലോസാണ്. കൺഫ്യൂഷനൊന്നുമില്ല. ഐ എം ഡെഫിനറ്റ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി. ഐ എം വെരി ഡെഫിനറ്റ് അബൌട്ട് ദി social commitment, and I will not sway away from all those basic human divine concepts. ഇതൊക്കെ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാലും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ല, ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് ഐഡൻറ്റിറ്റി ലോസ്. അതിന് ഘടകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന് ചില ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അതിന് മുമ്പുണ്ടായിട്ടുള്ള ചില അസന്നിഗ്ധ ഘട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ മെനഞ്ഞെടുത്ത ഒരു സംവിധാനത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഡിസിപ്ലിൻഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നുള്ള കാര്യത്തിൽ ശ്രീ മോഹൻലാലിനോടും രഞ്ജിത്തിനോടും അന്ന് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയ ലേഖനമാണ് ഞാൻ അന്ന് ചാർത്തി അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്.